പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, 8 നോമ്പിൻ്റെ 8 ദിനങ്ങളിലും പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള വിചിന്തനങ്ങൾ മരിയൻ പ്രഭാഷണമായി നിങ്ങളിൽ എത്തിയത് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുകയാണ്. ഇന്ന ദിവസം ഒരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിനങ്ങളിൽ മാതാവിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ നൽകുന്ന പഴയ പതിവ് വീണ്ടും തുടരുകയാണ്. ഇന്ന് നാം ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവമാതാവ് ഇപ്പോൾ എന്ത് നിലയിലാണ് നമ്മോടൊപ്പമായിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ശ്രമമാണ്. ദൈവമാതാവ് സഭയുടെ പ്രതീകമാണ്. അമ്മ സഭ തന്നെയാണ്. സഭ അമ്മയും. അമ്മ സഭയുടെ കൂടെ എന്ന് പറയുന്നതിനേക്കാൾ അമ്മയാണ് സഭ. നമ്മൾ അമ്മയുടെ മക്കളും. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം ആരംഭിക്കുന്നത് സ്വർഗത്തിലൊരു അടയാളം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അടയാളം എന്ന പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ്. കാനായിലെ കല്യാണ വേളയിൽ ആ വിവരണത്തിൻ്റെ സമാപനത്തിൽ കർത്താവ് പരസ്യം ചെയ്ത ആദ്യത്തെ അടയാളമായിരുന്നു വെള്ളം വീഞ്ഞാക്കിയത് എന്നത് നാം കണ്ടു. അതുപോലെ കർത്താവ് തന്നെക്കുറിച്ച് അടയാളം നൽകിയത് യോനാ പ്രവാചകനെ കുറിച്ചാണ്. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ ഈ 3 രാവും 3 പകലും കഴിയുമെന്ന് തൻ്റെ മരണത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ട് ഈ അടയാളം നൽകി. പഴയ നിയമത്തിൽ ഒരു അടയാളം നൽകാം എന്ന് യെശയ്യാ പ്രവാചകൻ ഹെസക്യ രാജാവ് പറയുന്ന ഭാഗം നാം വായിക്കുന്നുണ്ട്. അപ്പം അടയാളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സൂചനയാണ്. അടയാളമുണ്ടായാൽ അടയാളപ്പെടുത്തപ്പെടുന്ന വസ്തു ഉണ്ടായിരിക്കും. സൈൻ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയാം. അടയാളം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുവിലേക്കോ ഒരു സ്ഥലത്തേക്കോ ഒരു സ്ഥാപനത്തിലേക്കോ ഉള്ള ചൂണ്ടുപലകയാണ്. കുടമാളൂർ മുത്തിയമ്മയുടെ ദേവാലയത്തെ എത്തിച്ചേരുന്നുള്ള അടയാളം കുമാരനെല്ലൂര് ഹൈവേയിൽ വച്ചിട്ടുണ്ട്. അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ പേര് എഴുതി വെച്ചതിൻ്റെ കീഴെ നിന്നാൽ മുത്തിയമ്മയുടെ ദേവാലയത്തിൽ എത്തുകയില്ല. ആ അടയാളം കാണിക്കുന്ന വഴിയെ നടന്നു നീങ്ങണം. സഭയിലെ കൂദാശകൾ ജീവനുള്ള അടയാളങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ അടയാളം കണ്ടു. എന്താ അടയാളമാണ്? സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. 2 വലിയ വിഷയം അതിനകത്തുണ്ട്. സൂര്യൻ പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ പ്രതിരൂപാത്മകത്വം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ദൈവത്തെക്കുറിച്ച് അഗ്നിജ്വാല. സീനായ് മലമുതലിൽ മലയുടെ അടിതൊട്ട് മുകൾ വരെയും അഗ്നിജ്വാല നിറഞ്ഞിരുന്നു. പ്രകാശമാണ്. ദൈവത്തെ പ്രകാശമായിട്ട്. അപ്പോൾ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവത്തെ ധരിച്ച സ്ത്രീ, പ്രകാശത്തെ ധരിച്ച സ്ത്രീ എന്നാണ്. സ്ത്രീ എന്ന പദം വീണ്ടും വന്നിരിക്കുന്നു. ഇത് നാം പല പ്രാവശ്യം വിശകലനം ചെയ്തതാണ്.
പുരാതന സർപ്പത്തെക്കുറിച്ച് പറയും, അതുപോലെ തന്നെ പുരാതന സ്ത്രീയെക്കുറിച്ചും പറയും. ഹൗവ, സ്ത്രീയെ, നിന്റെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പറയുന്നിടത്ത് പറയുന്ന സ്ത്രീ തന്നെയാണ്. അതേ അർത്ഥത്തിലാണ് ഇവിടെ സ്ത്രീ എന്ന പ്രയോഗം. ഇതേ അർത്ഥം തന്നെയാണ് കാനായിലെ കല്യാണ വേളയിലും സ്ത്രീ എന്ന അമ്മയെ വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കുരിശൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞ നോക്കിക്കേ, അർത്ഥവ്യാപ്തിയുള്ള പദമാണ് സ്ത്രീ എന്നത്. അപ്പോൾ ആ സ്ത്രീ സഭയുടെ പ്രതിരൂപമാണ്. പുതിയ ഒരു സമൂഹത്തിൻ്റെ, പുതിയ ഒരു സൃഷ്ടിയുടെ, പുതിയ ഒരു ഉടമ്പടിയുടെ ആരംഭമാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീ എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ സ്ത്രീ സൂര്യനെ ഉടയാടയാക്കിയിരിക്കുന്നു. അവളുടെ പാദം ചന്ദ്രനാണ്, ചന്ദ്രനെ പാദപീഠമാക്കിയിരിക്കുന്നു. ചന്ദ്രൻ പ്രകാശിച്ചിരിക്കുന്നതാണ്, എന്നാൽ അതൊരു നിഴലാണ്. കിരീടധാരി ആണ് ഈ സ്ത്രീ. 12 നക്ഷത്രങ്ങളുള്ള കിരീടം. 12 ഒരുപാട് അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം. 12ൻ്റെ അർത്ഥം 12 ഗോത്രങ്ങൾ, 12 സ്ത്രീഹന്മാർ. ഇപ്പം 12 നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ചിരിക്കുന്ന സ്ത്രീ. വളരെ വ്യക്തമാണ്, ഇത് സഭയാണ്. അപ്പസ്തോലന്മാരാണ് ആ നക്ഷത്രങ്ങൾ. കർത്താവിൻ്റെ ശോഭയാണ് ആ സൂര്യൻ ഉടയാടയാക്കി നിൽക്കുക. പഴയ നിയമത്തിൽ പൂർവ്വ യോസേപ്പ് സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാര്യം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ കുമ്പിടുന്നു എന്ന് കണ്ടപ്പോഴാണ് സഹോദരന്മാരെന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് കോപം ജ്വലിച്ചത്. പിതാവായ യാക്കോബും ചോദിച്ചു, ഞങ്ങളെല്ലാവരും നിന്റെ മുമ്പിൽ കുമ്പിടണമെന്നാണോ നീ പറയുന്നത്? കുമ്പിടേണ്ടി വരുമെന്നാണോ പറയുന്നത്? യാക്കോബിൻ്റെ ഉള്ളിൽ അത് തട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ 12 നക്ഷത്രങ്ങളുടെയും ഈ ചന്ദ്രൻ്റെയും ഈ സൂര്യൻ്റെയും ഒക്കെ പ്രതീകാത്മകത്വം പഴയ നിയമത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഇവിടെ വ്യക്തമാണ് ഇത് ആരാണ്? അമ്മയാണ്. പക്ഷേ അമ്മ സഭയാണ്. മറ്റൊരടയാളം കണ്ടിരിക്കുന്ന രണ്ടാമത്തെ അടയാളം, അമ്മ ഇപ്പോൾ എന്തു നിലയിലാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ പോവുകയാണ്. മറ്റൊരടയാളം ഒരു ഉഗ്രസർപ്പം, പുരാതന സർപ്പമാണ്. റാഹാബ് എന്നൊക്കെ പറയുന്ന പുരാതന സർപ്പമാണ് എന്ന് എടുത്തു പറയുന്നു. ഈ സർപ്പം അതിശക്തനാണ്, ചെമന്ന സർപ്പമാണ്. എന്ന് പറഞ്ഞാൽ കൊലപാതകം, രക്തച്ചൊരിച്ചിൽ, ഇതാണ് അവൻ്റെ തൊഴിൽ. അപ്പൊ ചെമന്ന സർപ്പമാണ്, അത് രൂക്ഷമായ ഉഗ്രസർപ്പം. അവന് 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. കൊമ്പ് അധികാരമാണ്, തല 7 കിരീടം ധരിച്ച തല രാജകീയ അധികാരം. അപ്പം അവൻ മോശക്കാരനല്ല, അവൻ ശക്തനാണ്. അവൻ വിചാരിച്ച കുറെ കാര്യങ്ങൾ നടക്കും. അവൻ ആരാണ്? തിന്മ മൂർത്തിമത്ഭവിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് ഈ പറയുന്ന സർപ്പം. ലോകത്തിൽ നിന്ന് കാണുന്നുണ്ടല്ലോ, തിന്മയാണോ നന്മയാണോ ശക്തി ആർജിക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തണം. തിന്മയ്ക്ക് ഏതായാലും ശക്തി ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിരന്തരമായി കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഞെട്ടിപ്പിക്കത്തക്ക രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തട്ടിപ്പ്, എന്ത് ഗൗരവമായ തട്ടിപ്പ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കും. ഇന്ന് കേരള സമൂഹം ഇത് നിരന്തര സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പിൻ്റെ വഴിയിൽ എന്ത് ഭയങ്കരമാണ്. അതുപോലെ തന്നെ കുടുംബം തകർക്കുന്ന ലൈംഗിക അരാജകത്വം, അതെന്ത് ഭയങ്കരമാ, തകർത്ത് തരിപ്പണമാക്കാൻ. ഈ ശക്തിയുടെ ഉദ്ദേശം എല്ലാത്തിനെയും തകർക്കുക എന്നതാണ്. അപ്പം ഈ തകർക്കലാണ് സർപ്പം എങ്കിൽ, ഈ സർപ്പത്തിനുണ്ട് 7 തലയും, അവിടെയുണ്ട് കിരീടം, 10 കൊമ്പുണ്ട്, പവർഫുള്ളാണ്, ശക്തിയാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നു സഭയ്ക്കെതിരെ നിൽക്കുന്ന ഭൗമികമായ തിന്മയുടെ ശക്തി.
പിന്നീട് പറയുന്നു, ഈ സ്ത്രീ പ്രസവവേദന അനുഭവിക്കുകയാണ്, ഗർഭസ്ഥയാണ്, അവൾ പ്രസവവേദനയിൽ നിലവിളിക്കുന്നുണ്ട്. സഭ ഈ ഭൂമിയിലായിരിക്കുന്നത് മിശിഹായെ നൽകാൻ വേണ്ടിയിട്ടാണ്. മിശിഹ നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുന്നതുവരെയും ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു എന്ന് അപ്പസ്തോലൻ പറയുന്ന ആ പ്രസവവേദന തന്നെയാണിത്. ഞാൻ പീഡനം അനുഭവിക്കുന്നു, ഞാൻ ക്ലേശം അനുഭവിക്കുന്നു. ക്ലേശത്തിൻ്റെ അപ്പവും കഷ്ടതയുടെ ജലവും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ മരുഭൂമിയിൽ ക്ലേശം അനുഭവിക്കുകയാണ്. പ്രസവവേദനയിൽ അവൾ നിലവിളിക്കുന്നു എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പം മിശിഹായെ പ്രദാനം ചെയ്യണമെങ്കിൽ, മിശിഹായ്ക്ക് ജന്മം കൊടുക്കണമെങ്കിൽ സഭയും ഒപ്പം തന്നെ പ്രഘോഷകരും സഭയിലുള്ളവരും പീഡനം സഹിക്കാൻ തയ്യാറായേ പറ്റൂ. അപ്പോൾ ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ് സർപ്പം. ആ പൊളിച്ച് കാത്തിരിക്കുകയാണ്. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ വിഴുങ്ങണം. പക്ഷേ കുഞ്ഞ് ജനിച്ചു. ഇരുമ്പ് തണ്ടുകൊണ്ട് ജനതകളെ ഭരിക്കുന്നവനാണ്. ഇരുമ്പ് തണ്ടുകൊണ്ട് ജനതകളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ കീഴടക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇരുമ്പ് തണ്ടുകൊണ്ട് ജനതകളെ ഭരിക്കാനുള്ള ശിശു പിറന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവന് ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്കും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും എടുക്കപ്പെട്ടു. ഇവന് വിഴുങ്ങാൻ പറ്റിയില്ല. ഇവൻ്റെ പിടിയിലോട്ട് ഒതുങ്ങുന്നതല്ല, നേരെ എടുക്കപ്പെട്ടു. ജനിച്ച ശിശുവിനെ വധിക്കാനായിട്ട് ഫറവ് പദ്ധതിയിട്ടു, പ്ലാനിട്ടു. പക്ഷേ കുഞ്ഞിനെ കിട്ടിയില്ല. കുഞ്ഞിനെയും എല്ലാവരെയും വധിക്കാൻ വേണ്ടിയിട്ട് നാരകീയ ശത്രുക്കളൊക്കെ ഇടപെട്ടു, കിട്ടിയില്ല. ആ കുഞ്ഞ് രക്ഷാകർമ്മം നിർവഹിക്കുന്നവരെ ആർക്കും തൊടാൻ പറ്റിയിട്ടില്ല. സമയമായപ്പോൾ മാത്രം ഇതാ എൻ്റെ സമയം സമാഗതമായിട്ടുണ്ട്, നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നത്? നസ്രായനായ ഈശോയാണോ? ഞാൻ തന്നെ. വിട്ടുകൊടുക്കുകയാണ്. സ്വയം വിട്ടുകൊടുത്തപ്പോൾ മാത്രമേ അവർക്ക് തൊടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ സർപ്പം എന്താ ചെയ്തത്? അവൻ്റെ വാലുകൊണ്ട് സ്വർഗത്തിലുള്ള 1/3 നക്ഷത്രങ്ങളെ വാലുകൊണ്ട് ചുരുട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. അത്രയ്ക്ക് കഴിവാണ്. 2 അടയാളങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ എന്താ പറഞ്ഞ് ധരിപ്പിക്കുന്നതെന്ന്? വെളിപാടിൻ്റെ പുസ്തകം മുഴുവൻ അടയാളങ്ങളിലൂടെ എഴുതപ്പെട്ടതാണ്. അതിന് കാരണം പാൽമോസ് ദ്വീപിൽ തടങ്കലിലാക്കപ്പെട്ട വിശുദ്ധ യോഹന്നാൻ ദൈവിക രഹസ്യങ്ങളെ പ്രഘോഷിക്കാൻ വേണ്ടി എഴുതിയതായത്. അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, സാധാരണ ഭാഷയിൽ പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അപ്പക്കൊലിപ്റ്റിക് ഭാഷ അല്ലെങ്കിൽ വെളിപാട് സാഹിത്യം അത് തിരിച്ചറിയുന്ന ആളുകളുണ്ട് വിശ്വാസികളിൽ. അതുകൊണ്ടാണ് ആ ഭാഷയിൽ അത് എഴുതിയത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പല അക്കങ്ങൾ പ്രതീകങ്ങളാണ്. മറ്റ് വ്യക്തികളും വസ്തുതകളും കന്നുകാലികളും മൃഗങ്ങളും ഒക്കെ അടയാളങ്ങളാണ്. അപ്പോൾ അവിടെ വരട്ടെ, അവിടെ വരെ എത്തി നിൽക്കുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം നടക്കാം. സ്വർഗത്തിലൊരു യുദ്ധം. മിഖായേൽ മാലാഖ ഈ സർപ്പത്തോട് യുദ്ധം ചെയ്യുന്നു. ശക്തനായ സർപ്പത്തോട് മിഖായേൽ മാലാഖ. മിഖായേൽ എന്ന വാക്കിനർത്ഥം ദൈവത്തിന് സമൻ, ദൈവത്തിന് തുല്യൻ എന്ന് മാത്രം അർത്ഥം വരുന്നതാണ്. ഏൽ ദൈവമാണ്, മിഖായേൽ. ആ യുദ്ധത്തിൽ ഈ സർപ്പത്തെ, പുരാൻ സർപ്പത്തെ മിഖായേൽ മാലാഖയും സൈന്യവും ചേർന്ന് വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. നോക്കുക, അപ്പോൾ അവൻ ഭൂമിയിലായി. അവന് പിന്നെ അവൻ്റെ ഇര നമ്മൾക്ക് തന്നെയാണ്. ഇവൻ ഈ ഭൂമിയിലൂടെ നടപ്പുണ്ട്. അവനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷയുടെ അടയാളമായ ഈശോ മിശിഹായെ വിഴുങ്ങണം, ഇല്ലാണ്ടാക്കണം, തകർക്കണം. ദൈവനാമം തന്നെ തകർക്കണം. ദൈവത്തെ എടുത്തു കളയണം. പല രാഷ്ട്രങ്ങളും അതിന് ശ്രമിക്കുന്നുണ്ടല്ലോ. ക്രിസ്തു എന്ന പദം തന്നെ എടുത്ത് കളയാൻ ശ്രമിക്കുന്ന ആളുകൾ. അപ്പോൾ ആ നാമത്തിലൊന്നും സംഭവിക്കാൻ പാടില്ല ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവൻ ഇങ്ങനെ എറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ ആദ്യത്തെ ശ്രദ്ധ ഈ സ്ത്രീയെയാണ്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടി. മരുഭൂമിയെ മറ്റൊരു വലിയ അടയാളം. അതായത് മരുഭൂമി എന്ന് പറയുമ്പോൾ ജനത്തെ നയിച്ച മരുഭൂമിയുണ്ട്,
ദൈവീയ വെളിപാട് കിട്ടിയത് മുഴുവൻ മരുഭൂമിയിലാണ്. ജനം പരീക്ഷിക്കപ്പെടുന്നതും ശുദ്ധീകരിക്കപ്പെടുന്നതും ഒക്കെ സമ്മാനാർഹരാകുന്നതും ഒക്കെ മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ വെച്ചാണ് കൽപ്പനകൾ സ്വീകരിക്കുന്നത്. മരുഭൂമിയിലാണ് അവരുടെ വിശുദ്ധീകരണ കേന്ദ്രം, മഹത്വീകരണ കേന്ദ്രം. മരുഭൂമിക്ക് നേരെ എതിര് നിൽക്കുന്നതാണ് മഹാനഗരം, ബാബിലോണിലെ മഹാനഗരം എന്ന് പറയാറുണ്ട്. മഹാനഗരത്തിൽ എന്താ സംഭവിക്കുന്നത്? മ്ലേച്ഛത, വിഗ്രഹാരാധന, അരാജകത്വം. എന്താണ് മഹാനഗരം? പട്ടണം. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഈ മ്ലേച്ഛതയും ഈ തിന്മയും പെരുകിയപ്പോൾ ഒരു വിഭാഗം വചനബദ്ധരായ ആളുകൾ മരുഭൂമിയിലേക്ക് ഓടി. അങ്ങനെയാണ് എസ്സീൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു വിഭാഗം കുമ്രാൻ നദിയുടെ തീരത്തുള്ള മലകളിൽ ആ പ്രദേശത്ത് പോയി തമ്പടിച്ച് വചനധ്യാനത്തിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് കൂട്ടമായിട്ട് ജീവിച്ചിരുന്നു. അത് 1947 അവർ താമസിച്ചിരുന്ന ആ സ്ഥലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഭൂഗർഭ ആലയങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുകയുണ്ടായി. ഇപ്പോഴും ചെന്നാൽ കാണാൻ പറ്റും. ഇപ്പോൾ മരുഭൂമിയിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ തിന്മയുടെ കേന്ദ്രമായ നഗരജീവിതത്തിൽ നിന്ന് ഓടിയൊളിക്കുക എന്നുള്ളതാണ്. ശബ്ദായമാനമായ ബഹളത്തിന് നടുവിൽ നിന്ന് ശാന്തതയുടെയും ഒരു വിധത്തിൽ പറഞ്ഞാൽ മാനസികമായ ഏകാന്തതയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഓടിപ്പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്നെങ്ങോട്ടാണ് ഓടുന്നത്? മരുഭൂമി ആയാലും എവിടെയായാലും ഈ നഗരം മുഴുവൻ നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന സംവിധാനം കൈപിടിച്ചോടാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ശാന്തത സ്വീകരിക്കാൻ പറ്റുന്നത്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നത്? എവിടെയെങ്കിലും ശാന്തമായൊരു സ്ഥലത്ത് ഒരു ഭവനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധവായു ശ്വസിച്ച് സമാധാനം ജീവിക്കാമെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അതിനകത്ത് കൊണ്ട് ഒരു TV, ഒരു പെട്ടി കൊണ്ട് വയ്ക്കും. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഇയാളുടെ ഏകാന്തതയോടെ പോയി, ശാന്തതയോടെ പോയി, മനസ്സമാധാനയോടെ പോയി, അത് കണ്ണും മിഴിച്ച് നോക്കി ഇരുന്നുകൊണ്ട് കഴിയുമ്പോൾ ഈ മഹാനഗരത്തെ വേശ്യ എന്നാണ് വിളിക്കുന്നത്. ഈ മഹാനഗരം, തിന്മയുടെ ഈ മഹാനഗരത്തെ അതേപടി നമ്മുടെ കുടുംബത്തിനുള്ളിൽ, നമ്മുടെ വീടിനുള്ളിൽ ആക്കിയിരിക്കുന്നു. ശാന്തത കിട്ടില്ലാത്ത, നിയന്ത്രണം വേണ്ടേ നമ്മുടെ ഭവനങ്ങളിൽ? ഇത്ര സമയം മാത്രമേ TV ഓൺ ചെയ്യുകയുള്ളൂ. അതും ഇത്ര വാർത്തകൾ കേൾക്കാൻ വേണ്ടി. ഒരു നിഷ്ഠയും ഒരു തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ആത്മസമാധാനം പാലിക്കാനും ഹൃദയത്തിൻ്റെ ബന്ധം സംരക്ഷിക്കാനും കഴിയില്ലേ എന്ന് നാം ആത്മശോധന ചെയ്യണം. അപ്പോൾ മരുഭൂമിയിലേക്ക് ഓടി. മരുഭൂമിയിലോടിക്കും പുറകെ ചെല്ലുക സർപ്പം. അതിശീഘ്രം പായുകയാണ് സർപ്പം. വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയെ വിഴുങ്ങാൻ എന്ന് പറഞ്ഞാൽ സഭയെ ഇല്ലാണ്ടാക്കാൻ. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? എന്തെങ്കിലും ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് സഭയെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, ആ ശക്തികളെ കൂട്ടുപിടിക്കുന്ന ആരാണ്? സഭയ്ക്കുള്ളിൽ മാമോദിസ സ്വീകരിച്ച ആളുകൾ തന്നെ. ഇവരെന്താ വിചാരിക്കുന്നത്? ഞങ്ങളെന്തോ വലിയ കേമം ചെയ്യുകയാണെന്നുള്ളതാണ്. പക്ഷെ ഇവൻ വെറും ഈ പിശാചിൻ്റെ തിന്മയുടെ കൈകളിലെ വെറും ഉപകരണമായി തീരുകയാണെന്നുള്ള ധാരണയില്ലാത്തത് കൊണ്ട്, തങ്ങളെ തന്നെ മറന്ന് നമ്മളെന്തോ കേമം ചെയ്യാമെന്നുള്ള മട്ടിൽ അങ്ങ് വിട്ടുകൊടുത്തതുകൊണ്ട് ഇയാളുടെ നാവും അയാളുടെ കഴിവും എല്ലാം ഈ സഭയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നത്? വെളിപാടിൻ്റെ പുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, ഈ തിന്മയുടെ ശക്തി, ഈ സർപ്പം ഈ സ്ത്രീയെ വിഴുങ്ങാൻ വേണ്ടി അയാളുടെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ വായിൽ നിന്നൊരു നദി ഉണ്ടാക്കി പുറപ്പെടുവിക്കും. നദി. അപ്പം നദി അങ്ങ് ചെന്ന് കഴിഞ്ഞ് വെള്ളം പെരുകി കഴിയുമ്പോൾ അതിനകത്ത് മുങ്ങിച്ചത്തോളും. നദിയുടെ അടയാളം ചെങ്കടലാണ്. ചെങ്കടൽ മുങ്ങിച്ചാകേണ്ടതായിരുന്നു. പക്ഷെ ദൈവം അവിടെ ഇടപെട്ട് വെള്ളത്തെ മാറ്റി നിർത്തി. പെരുവെള്ളത്തിൽ വഴിവെട്ടുന്നവൻ, മഹാനദിയിൽ വീതിയൊരുക്കുന്നവൻ, അവനാണ് നമ്മുടെ ദൈവം. അപ്പം ഈ പെരുവെള്ളം അങ്ങോട്ട് ചെന്നു. ഇവിടെ വിഴുങ്ങുമെന്ന് കാത്തിരിക്കുകയാണ് സർപ്പം. എന്താ സംഭവിച്ചാൽ ഭൂമി വാ തുറന്ന് വിഴുങ്ങിയെന്നാണ് പറയുക. അപ്പം ഈ സ്ത്രീ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് 1260 ദിവസങ്ങളിലേക്ക്. അതൊരു മറ്റൊരു അടയാളം. 1260 എന്ന് പറയുമ്പോൾ 3.5 വർഷമാണ് 1260 ദിനങ്ങൾ. അവിടെ മറ്റു കാര്യങ്ങൾ കൂടി പ്രധാനമായിട്ട് അത് ഉൾച്ചേർത്തിരിക്കുന്നത്
ഈ 3.5 വർഷത്തെ വേറെ തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതെന്തായി പറഞ്ഞിരിക്കുന്നത്. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും ഇവൾ ഭൂമിയിലായിരിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അവർക്കൊരു സുരക്ഷിത സ്ഥാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മരുഭൂമിയിൽ. സഭയ്ക്ക് ഈ ഭൂമിയിൽ ഒരു സുരക്ഷിത സ്ഥാനമുണ്ട്. പക്ഷേ അതൊരു പരിമിതമായ കാലമേ ഉള്ളൂ. ഈ പ്രലോഭകനും ഈ തിന്മയുടെ ശക്തിക്കും ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അതുകൊണ്ട് ആ അപ്പസ്തോലൻ പറഞ്ഞത്, പത്രോസ്ലിയ പറഞ്ഞത്, അലറി നടക്കുകയാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്ന് കരുതിക്കൊണ്ട് പിശാച് അലറി നടക്കുകയാണ് നന്മയെ വിഴുങ്ങാൻ. അപ്പോൾ സമയവും സമയങ്ങളും സമയത്തിന് പകുതി എന്ന് പറയുമ്പോൾ സമയം 1, സമയങ്ങൾ 2, 2 ഒന്നും കൂടെ ചേർന്ന 3, പിന്നെ സമയത്തിൻ്റെ പകുതി 3.5 വർഷം, അല്ലെങ്കിൽ 1260 ദിവസം. അത്രയേ ഉള്ളൂ കാലഘട്ടം. ഈ കാലഘട്ടം കൊണ്ട് ഇവന് കിട്ടിയ കാലം കൊണ്ട് ഈ പിന്നെ തകർക്കണം, ദൈവത്തിൻ്റെ സഭയെ തകർക്കണം. അതാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ ദൈവം എന്ത് ചെയ്തു? കഴുകൻ്റെ ചിറക് അവർക്ക് വെച്ചു കൊടുത്തു. സ്ത്രീക്ക് കഴുകൻ്റെ ചിറകെന്ന് പറയുമ്പോൾ അതിവേഗത്തിൽ, ഈ സർപ്പത്തേക്കാൾ വേഗത്തിൽ പായും. അപ്പോൾ അതിൻ്റെ അടയാളം എന്താണ്? സുരക്ഷിതത്വമാണ്. പിന്നെ വേഗത, കൂടാതെ പരിപാലനയുടെ സംരക്ഷണം. ദൈവം ചിറകുകൾ വെച്ചു കൊടുത്തു. അരിശമായി, സർപ്പത്തിന് ഭയങ്കര അരിശമായി. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? അവൻ പിന്നെ കൊണ്ട് തിരിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ മക്കൾക്കെതിരായിട്ട് നീങ്ങുക. ഈ മക്കളെ തകർക്കണം. എന്നാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സഭാമാതാവിനെ തകർക്കാൻ ഒരിക്കലും പറ്റില്ല. അമ്മയെ തകർക്കാൻ പറ്റില്ല. അത് ഈ ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ടാകും. പത്രോസിന് ഈ പാറയാകുന്നു എന്നാണ് പറഞ്ഞത്. ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. അപ്പോൾ പാറമേൽ പണിയപ്പെട്ടിരിക്കുന്ന ഭവനത്തിനെതിരെ ഏത് ഉരുൾപൊട്ടലുണ്ടായും കൊടുങ്കാറ്റുണ്ടായും പരിവെള്ളം വന്നാലും പേമാരി വന്നാലും അത് തകരില്ല, അതവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് സഭ തകരുമെന്ന് ആരും കരുതണ്ട. ആ വിധത്തിൽ ആരും മനസ്സ് ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇത് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ കത്തോലിക്ക സഭയെ തകർത്ത് കളയും എന്ന് പറഞ്ഞ സാമ്രാട്ടുണ്ട്, സാമ്രാജ്യ ശക്തിയുണ്ട്. നെപ്പോളിയൻ ആരാ തകർന്നത്? അതുപോലെ തന്നെ മറ്റു വലിയ ചിന്തകരുണ്ട്. കുരിശിൽ മരിച്ചവനെ ഞങ്ങൾ എടുത്ത് ദൂരെ എറിയെന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര ശക്തിയിലുണ്ട്. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ സംഭവിച്ച് വീണ്ടും പറയേണ്ട കാര്യമില്ല. സഭ ഇന്നും സഭയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പം സഭയ്ക്ക് എതിരായിട്ട് ഇവൻ പടപൊരുതുകയാണ്. അവിടെ ഒരു വാചകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് അവൻ്റെ കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് മണൽത്തിട്ടയിന്മേലാണ്. നോക്കൂ, മനോഹരമായ ചിന്ത. സഭാംഗങ്ങളെ ഒട്ടും ഭയപ്പെടേണ്ട. സഭയ്ക്കെതിരായിട്ടും സഭയുടെ ദൗത്യത്തിനെതിരായിട്ടും ശക്തമായ തിന്മയുടെ വലിയ ആജ്ഞ ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കണം. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുവേൻ, ഈ തിന്മയുടെ ശക്തി കാലുറപ്പിച്ചിരിക്കുന്നത് മണൽത്തിട്ടയിന്മേലാണ്. സമുദ്രത്തിൻ്റെ മണൽത്തിട്ട എന്ന് പറഞ്ഞാൽ ഒരു തിരമാല അടിച്ചാൽ ഈ തിട്ട തകർന്ന് താഴെ വീഴും, ഇവൻ കടലിൽ മുങ്ങിച്ചാകും. അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പം മനസ്സിലായില്ലേ? അമ്മ ഇപ്പോഴത്തെ അവസ്ഥ തൻ്റെ കുഞ്ഞിനെ മനുഷ്യമക്കൾക്ക് എല്ലാവർക്കും നൽകാൻ വേണ്ടി അമ്മ ഇവിടെ സന്നിഹിതയായിരിക്കുന്നു സഭയിൽ. അതുകൊണ്ട് എല്ലാ മക്കൾക്കും, ജനതകൾക്ക് രക്ഷ നൽകാൻ വേണ്ടി സന്നിഹിതയായിരിക്കുന്ന സഭയ്ക്ക് ഒരിക്കലും ഒരു രക്ഷപ്പെടരുത് എന്ന് തീരുമാനിക്കുന്ന തിന്മയുടെ ശക്തിയുമായിട്ട് നിരന്തരം അടരാടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആത്മധൈര്യം പകരുന്നില്ലേ? നമുക്ക് കരുത്ത് തരുന്നില്ലേ? ശക്തി പകരുന്നില്ലേ? നമ്മൾ നല്ല യുദ്ധം ചെയ്യുന്നു. നമ്മുടെ കൂടെ നമ്മുടെ അമ്മയുണ്ട്, ആ കൂടെ ഈശോയുണ്ട്. ധൈര്യമായിട്ടിരിക്കുവേൻ. ഏതെല്ലാം തരത്തിലുള്ള ശത്രുത സഭയോടുണ്ടായാലും, എവിടെ നിന്നെല്ലാം അറ്റാക്ക് വന്നാലും അത് മാനുഷികമാണ് എന്നതുകൊണ്ടും അതുകൊണ്ടത് പൈശാചികമാണ് എന്നതുകൊണ്ടും ഒരു കാലത്തും അവർ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ദേവീയ വെളിപാടാണ്. അവൻ 3.5 വർഷത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ താൽക്കാലികം മാത്രമാണ്. 1260 ദിവസം ചീറിപ്പാഞ്ഞ് നടക്കും. ചിലപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ സഭയെ വേട്ടയാടുന്നത് കാണുമ്പോൾ
ഇവൻ വേട്ടയാടിയതിലൂടെ തകർത്തു തരിപ്പണമായി അവൻ വിചാരിക്കുക. ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നവൻ സഭയ്ക്കെതിരായിട്ടും പുരോഹിതർക്കെതിരായിട്ടും വൈദികർക്കെതിരായിട്ടും അഭിഷേകർക്കെതിരായിട്ടും സന്യാസിനെതിരായിട്ടൊക്കെ പറയുമ്പോൾ ഇവൻ്റെ ഉള്ളു വിചാരിക്കുന്ന ഇവൻ്റെ പറച്ചിൽ കൊണ്ടെല്ലാം തകർന്ന് താഴെ വീണു. കാരണം ഇവരാരും പ്രതികരിക്കുന്നില്ലല്ലോ, ആരും എതിര് പറയുന്നില്ല, ആരും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല, ആർക്കും എന്തും പറയാം, ആർക്കും എന്തും ഏത് ചന്തയിലുള്ളവരും കയറി കൊട്ടാവുന്ന ചെണ്ട പോലെയാണെന്ന് അവൻ ധരിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഇത് ദൈവികമായ യാഥാർത്ഥ്യമാണ് എന്ന് ദൈവിക വെളിപാട് പഠിപ്പിക്കുന്നു. ഈ നിൽക്കുന്നവനൊക്കെ മണൽത്തിട്ടയിലാണ് നിൽക്കുന്നത്. അവിടെ ദൈവം ഇടപെടുകയും ഇവൻ്റെ പണി പരിപൂർണമായിട്ട് പരാജയപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യം നാം ഇപ്പം മനസ്സിലാക്കിയാൽ ആത്മധൈര്യത്തോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി സഭയിലേക്ക് തിരിയാനും അമ്മയെ അവിടെ കണ്ടെത്തുക മാത്രമല്ല, നമ്മൾ അമ്മയിലായിരിക്കാനും അമ്മയുടെ ഒപ്പമായിരിക്കാനും അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് അമ്മയുടെ ദൗത്യമായ തൻ്റെ കുഞ്ഞിനെ ലോക ജനതയ്ക്ക് നൽകുവാനുള്ള സുവിശേഷ പ്രഘോഷണ പരിപാടിയിൽ സജീവമായി നിലനിൽക്കുവാനും നല്ല തീരുമാനമെടുക്കുകയും ആ തീരുമാനം നമുക്ക് അമലോത്ഭവയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പുനഃസമർപ്പണത്തിന് തയ്യാറാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.